നമസ്കാരം. ഒരു കാലത്ത് ഈ മനുഷ്യൻ ബാറ്റിങ്ങിന് ഇറങ്ങിയാൽ ഏത് പ്രഷർ സിറ്റുവേഷനും അനായാസമായി കൈകാര്യം ചെയ്യുമെന്ന വിശ്വാസം ആ മനുഷ്യൻ കളിക്കുന്ന ടീമിനുണ്ടായിരുന്നു. അതിപ്പോൾ ഇന്ത്യൻ ടീം ആയിക്കോട്ടെ, ചെന്നൈ സൂപ്പർ കിങ്സ് ആയിക്കോട്ടെ, റൈസിംഗ് പൂനെ സൂപ്പർ ജയൻസ് ആയിക്കോട്ടെ, അങ്ങനെ ഈ മനുഷ്യൻ കളിച്ച ഏത് ടീമിലും ആ പ്രതീക്ഷ ഉണ്ടായിരുന്നു. പറഞ്ഞു വരുന്നത് സാക്ഷാൽ മഹേന്ദ്ര സിംഗ് ധോണിയെ കുറിച്ചാണ്. ഡൽഹി ക്യാപിറ്റൽസിനെതിരായ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് താരമായ മഹേന്ദ്ര സിംഗ് ധോണി എത്തിയത് 10.4 ഓവറിലാണ്. അവിടെ നിന്നുകൊണ്ട് മത്സരം ജയിക്കാൻ വളരെയധികം സാധ്യതയുണ്ട് എന്ന് കരുതിയിരുന്ന ചെന്നൈ ആരാധകർക്ക് മുന്നിൽ വളരെയധികം നിരാശയായിരുന്നു ധോണി നൽകിയത്. ധോണി മാത്രമല്ല, മറുഭാഗത്ത് നിന്ന് വിജയ് ശങ്കറും അതേപോലെ തന്നെയാണ് നൽകിയത്. ഒരു തരത്തിലും ആ മത്സരം വിജയിക്കാനുള്ള ഒരു തരത്തിലുള്ള ഇൻറ്റൻറ്റ് കാണിച്ചില്ല. അതായിരുന്നു CSK ആരാധകരെ ചൊടിപ്പിച്ചത്. മത്സരത്തിന് ശേഷം ചെന്നൈ ആരാധകർ എല്ലാവരും വന്നു നിന്ന് തെറിവിളിയായിരുന്നു ധോണിക്കെതിരെ. പറയുന്നത് ധോണിയെ വെച്ച് സ്കാം കളിക്കുകയാണ് ചെന്നൈ മാനേജ്മെൻറ്റ്. എന്തിനാണ് ധോണിയെ ഇനിയും മത്സരിപ്പിക്കുന്നത്? ധോണി റിട്ടയർ ചെയ്ത് പോകേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. ധോണി ലെജൻഡ്സ് ലീഗിൽ പോയി കളിക്കേണ്ട പ്ലെയറാണ്, അല്ലാതെ ഇപ്പോൾ വന്ന് IPL കളിക്കേണ്ട ആവശ്യം എന്താണ്? തുടങ്ങി 100 കണക്കിന് വിമർശനങ്ങൾ ധോണിക്ക് നേരെ ശരഅമ്പുകൾ പോലെ പെയ്തുകൊണ്ടിരുന്നു. അപ്പോഴെല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യം, ചരിത്രം അറിയില്ലേ? ധോണി ഇങ്ങനെയാണ്, നിങ്ങൾക്കറിയാത്ത പല ധോണിയുമുണ്ട്, ചരിത്രങ്ങളുണ്ട് എന്നൊക്കെ പറയുമ്പോൾ പോലും നമ്മൾ റിയാലിറ്റിയിലേക്ക് ഒന്ന് കണ്ണു തിരിഞ്ഞു നോക്കുന്നത് വളരെ നന്നായിരിക്കും. സാധാരണയായി ഈ സമയത്ത് ധോണിയെ കൊണ്ട് രോമാഞ്ചം എടുപ്പിക്കുന്ന പല ഡയലോഗുകൾ നമുക്ക് പറയാം. 2007 T20 ലോകകപ്പ് നേടിത്തന്ന ക്യാപ്റ്റൻ, 2011 28 വർഷത്തിന് ശേഷം ഒരു സിക്സറിലൂടെ ആ മനുഷ്യൻ നമുക്ക് നേടിത്തന്നത് ഏകദിന ലോകകപ്പാണ്. 2 വർഷങ്ങൾക്ക് ശേഷം തന്നത് ചാമ്പ്യൻസ് ട്രോഫിയാണ്. അങ്ങനെ 3 ICC കിരീടങ്ങൾ തന്ന ക്യാപ്റ്റൻ. അങ്ങനെ വിശേഷങ്ങൾ ഒരുപാടാണ്. പല സീരീസുകളിൽ ഉൾപ്പെടെ തോൽവി ഉറപ്പിച്ചിരുന്ന മത്സരങ്ങളിൽ നിന്ന് ഇന്ത്യയെ കരകയറ്റി ജയിച്ചു കൊണ്ടുവന്ന മനുഷ്യൻ. ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടിയിട്ട് എണ്ണമറ്റ മത്സരങ്ങൾ, പലപ്പോഴായി മത്സരം പരാജയത്തിൻ്റെ വക്കിൽ നിന്ന് പോകുമെന്ന് ചെന്നൈ ആരാധകർ ഉറപ്പിച്ചു നിന്ന പല മത്സരങ്ങൾ പോലും വിജയിച്ച് കയറ്റിയ താരം. അങ്ങനെ പല പല വിശേഷണങ്ങളുണ്ട് ധോണിക്ക്. പക്ഷെ നിലവിൽ അതേ ധോണിക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണ്. 10.4 ഓവറിൽ വന്ന ആ മനുഷ്യൻ പിന്നീട് ബൗണ്ടറികൾ കണ്ടെത്താൻ പാടുപെടുകയായിരുന്നു. സിംഗിൾസും ഡിഫൻസും ഒക്കെ കളിക്കുന്ന ധോണിയാണ് നമ്മൾ കണ്ടത്. ടെസ്റ്റിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ ഏകദിനത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലായിരുന്നു വിജയ് ശങ്കറും ധോണിയും കൂടി കളിച്ചുകൊണ്ടിരുന്നത്. ധോണിയുടെ ഈ ഒരു പരാജയത്തിന് പിന്നിൽ കാരണം ധോണിയുടെ പ്രായം മാത്രമാണോ? ഇതാണ് ചോദ്യം. വർഷത്തിൽ 10 മാസവും ധോണി കളിക്കുന്നില്ല. ആകെ കളിക്കുന്നത് IPL ആണ്. ആ 2 മാസത്തിന് മുന്നോടിയായിട്ട് നടക്കുന്ന പ്രിപ്പറേഷൻസ് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് താൻ. അതിനുശേഷം നേരെ വരുന്നത് IPL ചെന്നൈ ആരാധകരുടെ മുന്നിലേക്കാണ്. ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള ഒരു ഫ്രാഞ്ചൈസാണ്. അതിപ്പോൾ ഹോം ഗ്രൗണ്ടായ ചെപ്പോക്കിൽ മാത്രമല്ല, ചെന്നൈ എവിടെ പോയി കളിച്ചാലും അവിടെ മഞ്ഞക്കടലാകുന്ന കാഴ്ചകൾ നമ്മൾ പല വർഷങ്ങളായി കാണുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട ഒരു താരം ധോണി തന്നെയല്ലേ എന്നൊരു ചോദ്യം കൂടിയുണ്ട്. മിസ്റ്റർ IPL അഥവാ ചിന്നത്തല അഥവാ സുരേഷ് റെയ്നയും ധോണിയും കൂടി കൊണ്ടുപോയ ആ ചെന്നൈ സൂപ്പർ കിങ്സ് എന്ന ഫ്രാഞ്ചൈസിൽ നിന്ന് മിസ്റ്റർ IPL ആയ സുരേഷ് റെയ്ന മാറി നിൽക്കുന്നു. ചെന്നൈയിൽ ഭൂരിഭാഗം ആരാധകരും ഇപ്പോഴും നിൽക്കുന്നത് മഹേന്ദ്ര സിംഗ് ധോണി ഉള്ളത് കൊണ്ടാണ് എന്നുള്ളത് വാസ്തവമാണ്. നമ്മൾ അതിനെപ്പറ്റി തർക്കിച്ചിട്ടൊന്നും കാര്യമില്ല. പല വർഷങ്ങളായി തുടക്കം തൊട്ട് 2008 മുതൽ തന്നെ ധോണി ഉള്ളത് കൊണ്ട് ചെന്നൈ ആരാധകരായി മാറിയവർ ഇപ്പോഴും അവിടെ തുടരാനുള്ള പ്രധാനപ്പെട്ട കാരണവും ഒരേ ഒരു കാരണവും സാക്ഷാൽ മഹേന്ദ്ര സിംഗ് ധോണി തന്നെയാണ്. പലരും വന്നുപോയി, പക്ഷേ ഇപ്പോഴും ധോണി അവിടെ തന്നെ നിൽക്കുന്നത് കൊണ്ട് ചെന്നൈ ആരാധകരായി തുടരുന്ന ഒട്ടനവധി സുഹൃത്തുക്കൾ നമ്മുടെ ഇടയിലുമുണ്ട്. പക്ഷേ ധോണിയുടെ ഈ മത്സരം കാണുമ്പോഴേക്കും അതേ ആരാധകർ പോലും തിരിഞ്ഞു നിൽക്കുകയാണ്. പലപ്പോഴായി പല മത്സരങ്ങളിലും ഞങ്ങൾക്ക് വേണ്ടി കളിച്ചു തന്ന ക്യാപ്റ്റൻ, വിജയത്തിലേക്ക് കൊണ്ടെത്തിച്ച ക്യാപ്റ്റൻ, 5 കിരീടങ്ങൾ കൊണ്ടെത്തിച്ച ക്യാപ്റ്റൻ, അങ്ങനെ പല പല വിശേഷണങ്ങൾ ഉണ്ടെങ്കിൽ പോലും നിലവിലത്തെ സാഹചര്യത്തിൽ ധോണിക്ക് ആവതില്ല എന്നുള്ളത് വസ്തുതയാണ്. നമ്മൾ ചെന്നൈയുടെ ബാറ്റിംഗ് ഓർഡർ തന്നെ എടുത്തു നോക്കിയാൽ പോലും ഒട്ടും ഡെപ്ത് ഇല്ലാത്ത ബാറ്റിംഗ് ആയിരുന്നു. കഴിഞ്ഞ മത്സരത്തിൽ ഡെവോൺ കോൺവേയെ കൊണ്ടുവന്ന് പരീക്ഷിച്ചെങ്കിൽ പോലും ചെന്നൈ ബാറ്റിങ്ങിൽ ഒരു തരത്തിൽ പോലും ഒരു ഉറച്ച വിശ്വാസം ആരാധകർക്ക് പോലുമില്ല. വിജയ് ശങ്കർ വന്ന് ഔട്ടാകാൻ പറ്റാത്ത സാഹചര്യം, 4 ലൈഫാണ് വിജയ് ശങ്കറിന് കിട്ടിയത്. ആ 4 ലൈഫിൽ പലതും ഡൽഹി മനഃപൂർവ്വം കണ്ണടച്ചതാണെന്നുള്ള സംശയം പോലും ഉണ്ട്. കാരണം വിജയ് ശങ്കർ പുറത്ത് പോയി കഴിഞ്ഞാൽ, വിജയ് ശങ്കർ ഔട്ടാവുകയാണെങ്കിൽ ഡൽഹി പരാജയപ്പെടാനുള്ള സാധ്യത ഉണ്ടാകുമെന്ന് കണക്ക് കൂട്ടിക്കൊണ്ട് മനഃപൂർവ്വം അക്സർ പട്ടേൽ ചെയ്തതാണോ എന്നുള്ള സംശയങ്ങൾ പോലും ചെന്നൈ ആരാധകർ ഉയർത്തുന്നുണ്ട്. പക്ഷേ വിജയ് ശങ്കർ ഒന്നുമല്ല നമ്മുടെ ചർച്ചാ വിഷയം. നമ്മുടെ ചർച്ചാ വിഷയം മഹേന്ദ്ര സിംഗ് ധോണിയാണ്. ധോണി ഇനിയും കഴിച്ചു തൂങ്ങി നിൽക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ചരിത്രം പറഞ്ഞുകൊണ്ട് വരരുത്, കാരണം ചരിത്രം എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ചരിത്രത്തിലെ ധോണിയെപ്പറ്റി ആർക്കും ഒരു തരത്തിലുമുള്ള അഭിപ്രായം പറയാനുമില്ല, നല്ലതല്ലാണ്ട്. പക്ഷെ നിലവിലത്തെ ധോണി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ ഫാൻ ബേസ് ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് നിലവിലത്തെ ക്രിക്കറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് മാത്രം വെച്ച് കളിക്കുക. കാരണം പലപ്പോഴായി കേട്ടിരുന്നൊരു വിമർശനം, ആദ്യം ഈ സീസൺ തുടങ്ങിയപ്പോൾ തന്നെ ധോണി വരുന്നത് 18ാമത്തെ ഓവറിലാണ്, ഒരു 6 ഒരു 4 ഓടിക്കും, ആരാധകരെ ഹാപ്പിയാക്കും, മത്സരം തോറ്റാലും ശരി ഇല്ലെങ്കിലും ശരി ആർക്കും ഒരു പരാതിയില്ല, എല്ലാവരും തിരിച്ചു പോകും. ഈ ഒരു സ്കാം പരിപാടി ചെന്നൈ മാനേജ്മെൻറ്റ് നടത്തുന്നില്ലേ എന്നുള്ളതാണ് ഏറ്റവും വളരെ വൈറലായ ഒരു കോമൻറ്റും. അതായിരുന്നു ഗ്രൗണ്ടിൽ നിന്ന് ഇറങ്ങി വന്നിരുന്ന ഒരു പ്രേക്ഷകൻ പറഞ്ഞൊരു കാര്യം, ഒരു മാസ് മസാല പടം പോലെയായി മാറിക്കഴിഞ്ഞു ചെന്നൈ സൂപ്പർ കിങ്സ് എന്നുള്ളതാണ്. ഒരു വലിയ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴേക്കും വിജയ് അജിത്ത് സിനിമകളിൽ വരുന്നത് പോലെ മഹേന്ദ്ര സിംഗ് ധോണി വരുന്നു, ടീമിനെ രക്ഷിക്കുന്നു
പ്രതീക്ഷിക്കുന്നത് പോലുമില്ല. ഒരു 6ഉം ഒരു 4ഉം അടിച്ചിട്ട് ആരാധകരെ സംതൃപ്തിപ്പെടുത്തിക്കൊണ്ട് ധോണി തിരിച്ച് ഡഗൌട്ടിലേക്ക് പോകുന്നു. മത്സരം ചെന്നൈ പരാജയപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ഘട്ടത്തിലാണ് നേരത്തെ, അതായത് 10.4 ഓവറിൽ നിന്ന് തന്നെ കഴിഞ്ഞ മത്സരത്തിൽ ധോണി ഇറങ്ങുകയും ചെയ്തത്. പക്ഷേ റിസൾട്ടിന് ഒരു മാറ്റവുമില്ല. ധോണി കുറേ ബോളുകൾ കളിച്ചതല്ലാതെ ആ ഒരു 6 ഒരു 4 എന്നതിൽ നിന്നും മാറ്റവും സംഭവിച്ചിട്ടുമില്ല. ഇതുകൊണ്ടാണ് ചെന്നൈ ആരാധകർ വളരെയധികം നിരാശരാകുന്നത്, ഇത്രമേൽ ധോണിക്ക് നേരെ അമ്പുകൾ എയ്യുകയും ചെയ്തത്. വരുന്ന മത്സരങ്ങളിൽ ഇതിൽ നിന്നെല്ലാം മാറ്റങ്ങൾ സംഭവിച്ച് 44 വയസ്സുകാരനായ ധോണി ഇതിൽ നിന്നെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവന്ന് വിമർശകരെ വായടപ്പിക്കും എന്നുള്ള വിശ്വാസം ഇല്ലെങ്കിൽ പോലും ചരിത്രത്തിൽ ധോണി കുറിച്ച ഇന്നിങ്സുകളുടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇവിടുന്നാണ്. ഒരു ലെഗസി ധോണി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്നും എന്തിനാണ് ധോണി ബ്രേക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. പറ്റില്ല എങ്കിൽ റിട്ടയർ ചെയ്തിട്ട് പൊക്കൂടെ എന്നുള്ളൊരു ചോദ്യം ഉയരുന്നുണ്ട്. എന്തിനാണ് ചെയ്തു വെച്ച ലെഗസിക്ക് വേണ്ടിയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പോഴും മത്സരിക്കുന്നത് എന്നുള്ള വിമർശനങ്ങൾ ധോണിക്ക് നേരെ വളരെ രീതിയിൽ ഉയരുകയാണ്. വരുന്ന മത്സരങ്ങളിലും എങ്ങനെയാണ് ധോണിയുടെ ഏത് പൊസിഷനിലാണ് ധോണി ഇറങ്ങുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണ് ധോണി കളിക്കുന്നത്, ഇനി കളിക്കുന്നത് ഇതേ ശൈലിയിൽ തന്നെയാണോ തുടങ്ങിയ നിരവധി സംശയങ്ങളും ഒരു ഭാഗത്തു നിന്നും ഉയരുന്നുമുണ്ട്.